സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിൻ്റെ ശക്തമായ ഒരു പര്യായമാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ മറ്റൊരു വാർത്തയും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ബ്രഹ്മോസിൽ വമ്പൻ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അങ്ങനെ ലോകം ഭയക്കുന്ന ബ്രഹ്മോസ് ഭാവിയിൽ കൂടുതൽ ശക്തനാകും, അപകടകാരിയാവും. ഇതും കൂടാതെ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റത്തിൻ്റെ പൂർണ്ണമായ തദ്ദേശീയവൽക്കരണത്തിൽ ഇന്ത്യ ഒരു നിർണായക നാഴികക്കല്ലും കൂടി പിന്നിട്ടിരിക്കുകയാണ്. അതെ, ഇന്ത്യയുടെ സ്വന്തം സോളാർ ഡിഫൻസ് ബ്രഹ്മോസ് മിസൈലിനായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വാർഹെഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രഹ്മോസ് എയറോസ്പേസ് മേധാവി ഡോക്ടർ ജയതീർത്ഥ ജോഷിയും സോളാർ ഇൻഡസ്ട്രീസ് ചെയർമാൻ സത്യനാരായൺ നുവാളും ചേർന്ന് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച 100ാമത്തെ ബ്രഹ്മോസ് ബൂസ്റ്ററും ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ നേട്ടങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നത്? സോളാർ ഡിഫൻസ് എന്ന കമ്പനി ഇന്ത്യൻ സൈന്യത്തിന് നൽകിയ മറ്റ് വമ്പൻ സംഭാവനകൾ എന്തൊക്കെയാണ്? ബ്രഹ്മോസിൻ്റെ പുതിയ പതിപ്പുകളെക്കുറിച്ച് ഡോക്ടർ ജോഷി നൽകിയ വമ്പൻ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഈ വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മോസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് അതിന് കുതിപ്പ് നൽകുന്ന ബൂസ്റ്ററും ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കുന്ന സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ വാർഹെഡും അഥവാ പോർമുനയും. വർഷങ്ങളായിട്ട് ഇന്ത്യ ഈ 2 ഘടകങ്ങൾക്കും റഷ്യയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ 2018 സാങ്കേതിക വിദ്യാ കൈമാറ്റം നടന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. 2020 അവസാനത്തോടെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി 2022 സോളാർ ഡിഫൻസ് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ബൂസ്റ്ററുകളുടെ നിർമ്മാണം ആരംഭിച്ചു. തുടക്കത്തിൽ മാസം 1 ബൂസ്റ്റർ എന്ന നിലയിലായിരുന്നു ഉൽപ്പാദനം. എന്നാൽ ഇന്നത് പ്രതിമാസം 6 ബൂസ്റ്ററുകൾ എന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. പ്രതിവർഷം 150 ബൂസ്റ്ററുകൾ വരെ നിർമ്മിക്കാൻ കഴിയുന്ന തലത്തിലേക്കാണ് ഇവരുടെ ടാർഗറ്റ്. അതിനേക്കാളേറെ നിർണായകമാണ് പുതിയ വാർഹെഡിൻ്റെ വാർത്ത. വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഘടകങ്ങൾക്ക് പകരമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രഹ്മോസ് വാർഹെഡ് സോളാർ ഡിഫൻസ് വികസിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ട്രയലുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇത് വിജയകരമാകുന്നതോടെ ഇന്ത്യയിൽ തദ്ദേശീയ വാർഹെഡുകളുടെ വൻകിട ഉൽപ്പാദനം ആരംഭിക്കും. വിതരണ ശൃംഖലയുടെ സുരക്ഷ, അതായത് സപ്ലൈ ചെയിൻ സെക്യൂരിറ്റി ഉറപ്പാക്കാനും കയറ്റുമതി ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നിർമ്മാണം വേഗത്തിലാക്കാനും ഈ നേട്ടം ഇന്ത്യയെ സഹായിക്കും. ഈ വമ്പൻ നേട്ടം കൈവരിച്ച സോളാർ ഡിഫൻസ് ആരാണ്? നാഗ്പൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഉപസ്ഥാപനമായ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് ആണ് പ്രതിരോധ മേഖലയിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഖനന സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ഇവർ മാറിയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന് ഇവർ നൽകിയിട്ടുള്ള പ്രധാന സംഭാവനകളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിലാദ്യമായിട്ട് പിനാക റോക്കറ്റുകൾ. ഇന്ത്യൻ ആർട്ടില്ലറിയുടെ നട്ടെല്ലായിട്ടുള്ള പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകൾ, പിനാക MK1 എൻഹാൻസ്ഡ്, പിനാക ഗൈഡഡ് എക്സ്റ്റെൻഡഡ് റേഞ്ച് എല്ലാം നിർമ്മിക്കുന്നത് ഇവരാണ്. ലോയിറ്ററിംഗ് മിനീഷൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, ശത്രുതാവളങ്ങൾ നിരീക്ഷിച്ച് സ്വയം പൊട്ടിത്തെറിക്കുന്ന നാഗാസ്ത്ര പോലെയുള്ള കാമിക്കാസെ ഡ്രോണുകൾ അഥവാ ചാവേ ഡ്രോണുകൾ സൈന്യത്തിന് നൽകുന്നത് സോളാർ ഡിഫൻസ് ആണ്. അതുപോലെ അങ്ങേയറ്റം ഉയർന്ന പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കുന്ന ബോംബുകൾ, ആൻറ്റി ടാങ്ക് മൈനുകൾ എന്നിവയുടെ നിർമ്മാണം. സാധാരണ TNTയേക്കാളും 2 ഇരട്ടി പ്രഹരശേഷിയുള്ള അത്യാധുനികവും ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളതുമായ ഒരു ആണവേതര സ്ഫോടക വസ്തുവാണ് സെബെക്സ് 2. സോളാർ ഇൻഡസ്ട്രീസിൻ്റെ ഉപകമ്പനിയായ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡാണ് ഇത് വികസിപ്പിച്ചതും നിർമ്മിക്കുന്നതും. അതുകൂടാതെ ബഹിരാകാശ പ്രൊപ്പല്ലൻ്റുകൾ, ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾക്കുള്ള പ്രൊപ്പല്ലൻ ടാങ്കുകളും പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളും നിർമ്മിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയും ഇവരാണ്. ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, മറ്റനവധി പ്രൊഡക്റ്റുകൾ ഇവർ ഇന്ത്യൻ ഡിഫൻസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്രഹ്മോസിലേക്ക് തിരിച്ചു വരാം. 2001 ജൂൺ 12 ബ്രഹ്മോസ് മിസൈലിൻ്റെ ചരിത്രപരമായ ആദ്യ വിക്ഷേപണം. 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ലോകം മുഴുവൻ ഈ മിസൈലിൻ്റെ പ്രഹരശേഷി അംഗീകരിച്ച് കഴിഞ്ഞു. മിസൈലുകളുടെ പരീക്ഷണം സാധാരണയായിട്ട് നടക്കുന്നത് ഗ്രൗണ്ടിലോ കടലിൽ സജ്ജമാക്കിയ കൃത്രിമ ലക്ഷ്യങ്ങളിലോ ഒക്കെയാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന തത്സമയ ഓപ്പറേഷനിലൂടെ ഒരു യഥാർത്ഥ ശത്രുവിനെതിരെ ബ്രഹ്മോസ് വിജയകരമായിട്ട് പ്രയോഗിച്ചു എന്ന്
ANIയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഡോക്ടർ ജോഷി വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ മിസൈലിന്റെ 100% കൃത്യത ഇത് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു. വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ബ്രഹ്മോസിന്റെ നിർമ്മാണ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. ഘടകങ്ങളുടെ വിലയിൽ 24%, നിർമ്മാണത്തിൽ 10% കുറവ് വരുത്തി. വരും വർഷങ്ങളിൽ ഇത് 20% വരെ കുറയും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വില കുറയുകയും ഗുണനിലവാരം കൂടുകയും ചെയ്തതോടെ ആഗോള വിപണിയിൽ ബ്രഹ്മോസിന് വൻ ഡിമാൻഡാണ്. ഫിലിപ്പീൻസുമായിട്ട് $375 ദശലക്ഷം കരാർ ഒപ്പിട്ട് മിസൈലുകൾ കൈമാറി കഴിഞ്ഞു. വിയറ്റ്നാമുമായിട്ടുള്ള കയറ്റുമതി കരാർ അവസാന ഘട്ടത്തിലാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ബ്രഹ്മോസ് ഇന്ത്യയുമായിട്ട് ചേർന്ന് വികസിപ്പിച്ച സാക്ഷാൽ റഷ്യ പോലും ഇപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. റഷ്യൻ നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സിസ്റ്റങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ ചർച്ചകൾ നടത്തുകയാണ്. അപ്പം ഇനി എന്താ? ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പുകളെക്കുറിച്ച് ബ്രഹ്മോസ് എയറോസ്പേസ് മേധാവി ഡോക്ടർ ജയതീർത്ഥ ജോഷി നൽകിയ വലിയൊരു അപ്ഡേറ്റ് ഈ അവസരത്തിൽ നമുക്കൊന്ന് പങ്കുവെക്കാം. അടുത്ത തലമുറ മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് NGയുടെ നിർമ്മാണത്തിലാണ് ശാസ്ത്രജ്ഞർ. അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് വളരെ ഭാരം കുറഞ്ഞതും സ്ലീക്ക് ആയതുമായിട്ടുള്ള രൂപത്തിലാണ് ഇത് ഒരുക്കുന്നത്. ഭാരം കുറയുന്നതോടെ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ മിസൈലുകൾ വഹിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ദൂരപരിധിയാണ്. 1500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള അതിനൂതന പതിപ്പുകൾ വികസിപ്പിക്കാനുള്ള ഡിസൈനുകളും സിമുലേഷൻ പഠനങ്ങളും നിലവിൽ ഡ്രോയിങ് ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ ജോഷി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പ്രഹരശേഷി പുതിയൊരു തലത്തിലേക്ക് കുതിക്കുകയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ചുരുക്കത്തിൽ, റഷ്യയുടെ സഹായത്തോടെ തുടങ്ങിയ ബ്രഹ്മോസ് പദ്ധതി ഇന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ നിയന്ത്രണത്തിലേക്കും തദ്ദേശീയ സാങ്കേതിക വിദ്യയിലേക്കും മാറിക്കഴിഞ്ഞു. സോളാർ ഡിഫൻസ് വികസിപ്പിച്ചെടുത്ത പുതിയ ബൂസ്റ്ററും വാർഹെഡും ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയാക്കി മാറ്റുകയാണ്. സോളാർ ഇൻഡസ്ട്രീസ് പോലെയുള്ള ഇന്ത്യൻ സ്വകാര്യ കമ്പനികളുടെ ഈ മുന്നേറ്റം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല, സാമ്പത്തിക വളർച്ചയ്ക്കും കയറ്റുമതി മേഖലയ്ക്കും വലിയ കുതിപ്പേകുകയും ചെയ്യും. ഈ സുപ്രധാന വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രതിരോധ മേഖലയിലെ കൂടുതൽ വിശദമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.